വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് വെരി നെക്സ്റ്റ് ഡേ മുതൽ തന്നെ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ സംസാരിക്കാൻ പോകുന്നത് വജൈനൽ ഭാഗത്തുണ്ടാകുന്ന ഒരു ടൈറ്റനിങ് ഫീലിനെ പറ്റിയിട്ടാണ്. അതായത് വജൈന ഒന്ന് വലിയുന്നത് പോലെ, ഒന്ന് മുറുകുന്നത് പോലെയുള്ളൊരു പ്രവണത അല്ലെങ്കിൽ ഒരു സെൻസേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ഒരു ലക്ഷണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം എക്സ്പെക്റ്റഡ് പീരീഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് പേർക്ക് ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടായതിന് ശേഷവും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് കിട്ടുന്ന കണ്ടീഷൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളമാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നതെന്ന് നോക്കുക. കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്നതെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഒരുപാട് പേർക്ക് ത്രെട്ടേൺഡ് മിസ്കാരേജ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടായിട്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ പിന്നെയും എടുത്തു പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് പല ശരീര അവയവങ്ങളിലും ഇങ്ങനെ വലിഞ്ഞു മുറുകുന്നത് പോലുള്ളൊരു കണ്ടീഷൻ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ബ്രസ്റ്റിൻ്റെ ഭാഗത്ത്, വയറിൻ്റെ ഭാഗത്തും, അതുപോലെ തന്നെ ഈ ഒരു വജൈനൽ പോർഷനിലും. എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വലിഞ്ഞു മുറുകുന്നതെന്ന് നമുക്ക് ഏറ്റവും ആദ്യം നോക്കാം. ഏറ്റവും ആദ്യത്തെ ഒരു കണ്ടീഷനാണ് റിലാക്സിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ. റിലാക്സിൻ അതിൻ്റെ ഹയസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു ടൈമാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. ഈ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൻ്റെ ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനും ഏർലി യൂട്രൈൻ കോൺട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു സപ്പോർട്ട് ബോഡിക്ക് കിട്ടുന്നത്. റിലാക്സിൻ്റെ കുറവ് ശരീരത്തിൽ ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് ബോഡിക്ക് എക്സ്പാൻഡ് ആവാൻ പറ്റാതെ വരികയും യൂട്രസിന് എക്സ്പാൻഡ് ആവാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസി അവിടെ വെച്ച് നഷ്ടമായി പോകുന്ന കണ്ടീഷൻസ് നമുക്ക് ഉണ്ടാകാം. എന്നാൽ ഈ ഒരു പ്രോസസ്സ് അവിടെ റിലാക്സിൻ ഹോർമോണിൻ്റെ പ്രവർത്തനം കൊണ്ട് നടക്കുമ്പോഴും നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് സൈഡ് എഫക്റ്റ് കിട്ടുന്നത് നമ്മുടെ മസിൽസിലും ജോയിൻസിലും ഒക്കെ ലിഗമെന്റ്സിലും ഒക്കെ ഈ ഒരു കണ്ടീഷൻ കൊണ്ട് നമുക്ക് ഷാർപ്പായിട്ടുള്ള വേദനയോ വലിയുന്നത് പോലുള്ളൊരു കണ്ടീഷനോ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ വജൈനൽ പോർഷനും കൂടുതൽ സ്ട്രെയിൻഡ് ആയിട്ട് വരുന്നത് കൊണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാകാം. യൂട്രസിൽ എക്സ്പാൻഷൻ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് വജൈനൽ പോർഷനിൽ ടൈറ്റനിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്രസ് എക്സ്പാൻഡ് ആവുന്നതിനനുസരിച്ചിട്ട് ചുറ്റുമുള്ള ഭാഗത്തേക്കും കീഴ്പോട്ടേക്കുള്ള ഭാഗത്തേക്കും കൂടുതൽ പ്രഷർ കൊടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ഈ ഒരു കണ്ടീഷൻ സംഭവിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ ഒരു ഫാക്ടറാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ. പ്രൊജസ്ട്രോണിൻ്റെ ഇൻക്രീസ് ശരീരത്തിൽ ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് വജൈനൽ ഡ്രൈനെസ് ഉണ്ടാവുകയും ഈ ഡ്രൈനെസ് കൂടി വരുമ്പോഴേക്കും കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത്, ഇന്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് വജൈനയിൽ കൂടുതൽ ടൈറ്റ്നെസ് ഉണ്ടാവുകയും ആ ഒരു സെൻസേഷൻ കൂടി വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൾറെഡി പ്രൊജസ്ട്രോണിൻ്റെ ഒരു മെഡിസിൻ എടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ലക്ഷണം വെച്ചിട്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം പ്രൊജസ്ട്രോണിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പലപ്പോഴും ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. പ്രൊജസ്ട്രോൺ മെഡിസിൻ എടുക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് നല്ല ഡിസ്ചാർജ് ഉണ്ടാകുമെങ്കിൽ മറ്റൊരു ശതമാനം ആളുകൾക്ക് ഭയങ്കര ഡ്രൈനെസ് ആണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഡ്രൈനെസിന്റെ സമയത്ത് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. മൂന്നാമത്തെ ഒരു റീസൺ ആണ് പെൽവിക് പോർഷനിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കൂടുന്നത്. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നോർമലി ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷനേക്കാൾ 50% വരെ ബോഡിയുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നുണ്ട്. പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്ലഡ് സർക്കുലേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് മൂലം നമ്മുടെ വജൈനൽ ടിഷ്യൂസ് കൂടുതൽ സ്വെല്ലിംഗ് എഫക്റ്റ് ഉണ്ടാവുകയും അത് ഫുൾ ആവുകയും ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നു. ഇതുമൂലം പലർക്കും ടൈറ്റ്നസും ഹെവിനെസ്സും ഫീൽ ചെയ്യാം കേട്ടോ. ഈ ഒരു പോർഷനിൽ മാത്രമല്ല നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് തലവേദന ഉണ്ടാവുകയോ ബ്രസ്റ്റിൽ സ്വെല്ലിംഗ് പോലെ, ബ്രസ്റ്റിൽ വീക്കം പോലെയൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുകയൊക്കെ ചെയ്യാം. കാലിൻ്റെ ഭാഗത്തുമൊക്കെ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകാനായിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ട് കേട്ടോ. അടുത്തൊരു കണ്ടീഷനാണ് ഡൈജഷൻ സ്ലോ ഡൗൺ ആവുന്നത്. ഡൈജഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദഹനം എന്ന് പറയുന്നത് എപ്പോഴും നോർമലി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്ലോ ഡൗൺ ആയിട്ട് പോകുന്ന ഒരു പ്രവർത്തനമാണ് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത്. ഇത് നിങ്ങൾ പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്ലോ ഡൗൺ ആയിട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഡൈജഷൻ സ്ലോ ആകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ബ്ലോട്ടിങ്, അതുപോലെ ഗ്യാസ് ട്രബിൾ, കോൺസ്റ്റിപ്പേഷൻ, അതുപോലെ മലബന്ധം പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. ഇതുമൂലം ഇന്റേണൽ പ്രഷർ താഴെ വജൈനയുടെ ഭാഗത്തേക്കും നിങ്ങളുടെ റെക്ടൽ ഏരിയയിലോട്ട് കൂടി എത്തുന്നുണ്ട്. ഇതുമൂലവും നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. നമ്മൾ നന്നായിട്ട് പ്രഷർ കൊടുത്തിട്ട് മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കണ്ടീഷൻ ഏറ്റവും കൂടുതൽ കണ്ടുവരാറുണ്ട് കേട്ടോ. അടുത്തൊരു ഫാക്ടറാണ് UTI എന്ന് പറയുന്നത്. യൂറിനറി ഇൻഫെക്ഷൻ ഇപ്പം മെജോറിറ്റി സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. പലപ്പോഴും നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് അറിയുന്നത് ഏറ്റവും ഒരു മോസ്റ്റ് ടൈമിലൊക്കെ എത്തുന്ന സമയത്തും കൂടി ആയിരിക്കും. യൂറിനറി ഇൻഫെക്ഷൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു പടി എന്നുള്ള അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഒരു സിംറ്റം എന്നോണം നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ വജൈനയിൽ ഉണ്ടാകുന്ന ടൈറ്റ്നസ് ഒക്കെ കേട്ടോ. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്കിത് ഫീൽ ചെയ്യാം.
പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തോ അതിനുശേഷമുള്ള സമയത്തോ ഡിസ്ചാർജ് പോകുന്ന സമയത്ത് കട്ട തൈര് പോലുള്ള ഡിസ്ചാർജ് അല്ലെങ്കിൽ പാല് പിരിഞ്ഞത് പോലെയുള്ള ഡിസ്ചാർജ് പോവുക, അത് കട്ടിയായിട്ട് പോവുക, ഒരുപാട് ക്വാണ്ടിറ്റിയിൽ പോവുക, ഫൗൾ സ്മെല്ല്, അതുപോലെ തന്നെ ബേണിംഗ് സെൻസേഷൻ, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് നിങ്ങൾക്ക് വജൈനയിൽ ഇതിനോടനുബന്ധിച്ച് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് വജൈനയിൽ ടൈറ്റ്നസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസും ഒപ്പം ഈസ്റ്റ് ഇൻഫെക്ഷനും പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തൊരു റീസൺ ആണ് നമ്മുടെ യൂട്രസിൽ ഉണ്ടാകുന്ന എക്സ്പാൻഷൻ. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കുഞ്ഞൊരു കടുകുമണിയുടെ അത്രത്തോളമാണ് ഉള്ളെങ്കിൽ കൂടി തന്നെ നമ്മുടെ യൂട്രസിന് അതൊരു പുതുമയുള്ളൊരു കാര്യമാണ്. കാരണം യൂട്രസിന് അങ്ങനെ എക്സ്പാൻഷൻ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അത് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നതിനനുസരിച്ചിട്ട് ഒരു 4ാമത്തെ 5ാമത്തെ ആഴ്ച എത്തുന്നതിനനുസരിച്ചിട്ട് കുഞ്ഞിന് വികാസം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് യൂട്രസിൽ എക്സ്പാൻഷൻ ഉണ്ടാകും. ആ എക്സ്പാൻഷൻ മൂലം ലോവർ അബ്ഡമൻ്റെ പോർഷനിലും പെൽവിക് ഏരിയയിലും നിങ്ങൾക്ക് ടൈറ്റ് ആകുന്നതിനും ഈ ഒരു കണ്ടീഷൻ കീഴ്പോട്ടേക്കുള്ള പോർഷനിലോട്ടും ആ ഒരു കോൺട്രാക്ഷൻസ് അല്ലെങ്കിൽ ഒരു ഡിസ്കംഫേർട്ട് നിങ്ങൾക്ക് എത്തുന്നതിനും ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടാണ് നമുക്കുണ്ടാകുന്ന റൗണ്ട് ലിഗമെന്റ് പെയിന്റ് എന്ന് പറയുന്നത്. ഈ റൗണ്ട് ലിഗമെന്റ് ആണ് നമ്മുടെ യൂട്രസിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പോർഷൻ. ഈ യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആ റൗണ്ട് ലിഗമെന്റ് പെയിന്റ് ഉണ്ടാകുന്നത് കൊണ്ട് അതുമൂലം നിങ്ങളുടെ വജൈനയുടെ കീഴ്പോട്ടേക്കുള്ള ഭാഗത്തേക്ക് ഒരു ടൈറ്റ്നസ് പോലെയൊക്കെ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ടൈറ്റ്നസും ഡിസ്കംഫേർട്ടും ഫീൽ ചെയ്യുന്ന സമയത്ത് മാക്സിമം കോണ്ടാക്ട് ചെയ്യുന്നത് ഒന്ന് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഈ സമയങ്ങളിൽ ലൂബ്രിക്കേഷൻ ഒട്ടും തന്നെ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഇല്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ കോണ്ടാക്ട് പൂർണ്ണമായിട്ടും നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആഫ്റ്റർ ഫിസിക്കൽ കോണ്ടാക്ട് നിങ്ങൾക്ക് അബ്ഡമൻ ഭാഗത്ത് ഹെവിനെസ് ഉണ്ടാവുകയോ മറ്റുള്ള അസ്വസ്ഥതകൾ ഫീൽ ചെയ്യുകയോ അല്ലെങ്കിൽ വജൈനൽ പോർഷൻ തന്നെ ഒരു വയറ് നീര് വീഴുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് കോണ്ടാക്ട് ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് ആയിരിക്കും കേട്ടോ ബെറ്റർ. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ പലർക്കും ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകാം. പ്രൊജസ്ട്രോൺ എടുക്കുന്നവർക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൽ നിന്ന് ഓവർകം ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനനുസരിച്ച് തന്നെ ശരീരത്തിൽ വേണ്ട ഒന്നാണ് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ റിക്വയർമെന്റ്. നമ്മുടെ ശരീരത്തിലും കുഞ്ഞിന്റെ പ്രവർത്തനത്തിനും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് വെള്ളം എന്ന് പറയുന്നത്. നിങ്ങൾ എത്രത്തോളം വെള്ളം, ഒരു 8 ഗ്ലാസ് വെള്ളം നിങ്ങൾ എല്ലാ ദിവസവും കുടിക്കുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് 10-12 ഗ്ലാസ് ആയിട്ട് കൂട്ടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരു 2 to 3 ലിറ്റേഴ്സ് ഒരു മെഷർമെന്റ് ബോട്ടിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ 2 to 3 ലിറ്റേഴ്സ് വെള്ളമെങ്കിലും ദിവസേന എന്ന രീതിക്ക് നിങ്ങൾ കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുകയും ബോഡിയുടെ എല്ലാ ആക്ടിവിറ്റീസും നല്ല രീതിക്ക് നടക്കുകയും മറ്റുള്ള ഡിസ്കംഫേർട്ടും സ്കിന്നിന്റെ നമ്മുടെ യൂട്രസിന്റെ ഒക്കെ എക്സ്പാൻഷനും ഒക്കെ നല്ല രീതിക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും ബോഡിക്ക് കിട്ടുന്നു. നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആവുന്നതും ഏറ്റവും കൂടുതൽ ഈ ഒരു വാട്ടർ റിക്വയർമെന്റ് ബോഡിയിൽ കുറയുന്നതിന്റെ ഒക്കെ കൂടി ഭാഗമായിട്ടായിരിക്കും. അതുകൊണ്ട് ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ടൈറ്റ്നസ് ഒക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് വാം ബാത്ത് എടുക്കാനായിട്ട് നോക്കുക. ഒരുപാട് ചൂടുമല്ല ഒരുപാട് തണുപ്പും അല്ലാത്ത വെള്ളത്തിൽ നിങ്ങളൊന്ന് കുളിച്ച് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കംഫേർട്ട് കുറയുന്നതിന് വേണ്ടിയിട്ട് ഒരു പരിധി വരെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയൊക്കെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു കുറവ് സംഭവിക്കുന്നില്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഡോക്ടർ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആ ഒരു ലൂബ്രിക്കേഷൻ നന്നായിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും മെഷേഴ്സും ഒക്കെ എടുത്ത് തരും. അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ വാട്ടറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുക്കാനും വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടുത്തൊരു തലത്തിലോട്ട് ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നു, ഡ്രൈനെസ്, ചൊറിച്ചിൽ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കണ്ടീഷൻ മാറിപ്പോയിക്കോളും. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ യൂറിനറി ഇൻഫെക്ഷനും വജൈനൽ ഇൻഫെക്ഷനും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതിനെ നിസ്സാരമായിട്ട് കാണരുത്. ഈ യൂറിനറി ഇൻഫെക്ഷൻ ഒരു അടുത്തൊരു സ്റ്റേജിലോട്ട് നമ്മൾ അൺട്രീറ്റഡ് ആയിട്ട് വെക്കുകയാണെങ്കിൽ കിഡ്നിയിലോട്ടൊക്കെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പ്രഗ്നൻസിക്ക് തന്നെ അതൊരു ഭയങ്കരമായിട്ടുള്ള സിറ്റുവേഷൻ, അപകടാവസ്ഥയിലോട്ട് കൊണ്ടുപോകുന്നതിന് കാരണമാകും. അതുപോലെ തന്നെയാണ് കേട്ടോ ഈസ്റ്റ് ഇൻഫെക്ഷനും. അതും നമ്മൾ ട്രീറ്റ് ചെയ്യാതെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജിലോട്ട് അതും പോയി കഴിഞ്ഞാൽ കുഞ്ഞിന് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനായിട്ടും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യവും നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.